ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ലവ് മായ. സോ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് തിരുവോണം നക്ഷത്രത്തിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഫോർ മെയ് മന്ത് ടു ഡിസംബർ മന്ത് 2025. സോ ദ ബേസ് കാർഡ് നമ്മൾക്ക് കാണുന്ന ഒരു സ്പിരിറ്റ് മെസ്സേജാണ്. നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ല, ഇതുവരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് തിങ് ഈസ് ഹാവ് മോർ ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഓൾറെഡി തരണം ചെയ്ത് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഇനി വന്നു കഴിഞ്ഞാലും ഞാൻ ഇനി മുന്നോട്ടേക്ക് പോകും, കാരണം ഞാൻ അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ചല്ലോ, ഇനി എനിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു ബാക്കിയുള്ള വ്യക്തികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ലൈറ്റ് ഒരിക്കലും കെടാൻ വേണ്ടിയിട്ട് സമ്മതിക്കരുത്. ഓക്കെ, കുറേ ആൾക്കാർ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, പഠിക്കുന്നത് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. സോ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ടാരോ കാർഡ് സെറ്റ് ലാസ്റ്റ് നോക്കാം കേട്ടോ. സോ ഐ എം സീയിങ് ദ ലവ് ഒറേക്കിൾ മെസ്സേജസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഐ എം സീയിങ് സീക്രട്ട് അഡ്മയറർ. ഓക്കെ, ചിലർ നിങ്ങൾ സീക്രട്ടായിട്ട് നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഹീ ഈസ് ഗുഡ്, അല്ലെങ്കിൽ ഈ ഒരു ആൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ഫീലിങ്സ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ചിലർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട്, പക്ഷേ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സീക്രട്ടായിട്ട് ഇങ്ങനെ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബേസിക്കലി ക്രഷ് എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഐ എം സീയിങ് ഫൈൻഡ് ബാലൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു 100% ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ പോരാ. നിങ്ങൾക്ക് വർക്ക് വേണം, റെസ്റ്റ് വേണം, പ്ലേ ടൈം വേണം, എല്ലാത്തിനും സമയം ഉണ്ടാവണം. ഒരു ദിവസത്തിന് നിങ്ങൾ ഒരു 3 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈൻഡ് സം ടൈം നിങ്ങൾക്ക് കളിക്കാനും നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബി പെർസ്യൂ ചെയ്യാനും ഒക്കെ നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഹാർമോണി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ലൈക്ക് നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുള്ളൂ. ടേക്ക് പവർ നാപ്പ്. പവർ നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയായിരിക്കും അല്ലേ എല്ലാവർക്കും. ഇറ്റ്സ് ബേസിക്കലി നമ്മളൊരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സോ ഒക്കെ നമ്മളുടെ എനർജി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആവുമെന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടില്ലേ. ആ ഒരു ഉറങ്ങി എണീച്ചിട്ടുള്ള ഒരു എനർജീനെയാണ് പവർ നാപ്പ് എന്ന് പറയുന്നത്. ഉറങ്ങുന്നതിനെയാണ് പവർ നാപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഉറക്കത്തിനെയാണ് പവർ നാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ എം സീയിങ് ബ്രെത്ത് ഓഫ് കോസ്മോസ്. ഓക്കെ, സോറി, മൈ വിൽ ടു ടേ വെൽ, മൈക്രോ മാനേജിങ് ദ യൂണിവേഴ്സ്. ഓക്കെ, ഇത് ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ്രേഷൻസ് ഹൈ ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ്. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിനെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റും. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുമായിരിക്കും. ആ ഒരു ആഗ്രഹങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ നിങ്ങൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പം പോലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ മെസ്സേജാണത്. അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഹൈ വൈബ്രേഷൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഐ എം സേയിങ് വാട്ട് ആർ ദ ഡോമിനൻറ്റ് ഇമോഷൻസ് ദാറ്റ് റൺ ഇൻ മൈ ലൈഫ്. നിങ്ങൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് കരച്ചിൽ വരുമ്പോൾ നിങ്ങൾ കരയുന്നുണ്ടോ, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ദേഷ്യം പുറത്ത് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിനുള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണോ എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു മനുഷ്യന് എല്ലാ ഇമോഷൻസും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് തിങ്, കരയേണ്ടവർ കരയണം. ജസ്റ്റ് ബിക്കോസ് മെൻ ഡോണ്ട് ക്രൈ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ദിസ് ഇസ് ഡെഡിക്കേറ്റഡ് ടു മെൻ ഡോണ്ട് ക്രൈ എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഓക്കെ, മെൻ ആണെങ്കിലും വിമൻ ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരേപോലത്തെ ഇമോഷൻസ് ഉണ്ട്. ഓക്കെ, ഫീമെയിൽസിൻ്റെ ഹോർമോണൽ സൈക്കിൾ കാരണം അവർ കുറച്ച് കൂടുതൽ ഇമോഷനിലാണ്. അവരുടെ ആ ഹോർമോൺ സൈക്കിൾ കാരണം അവരുടെ ഇമോഷൻസ് എന്ത് ഇമോഷൻസ് ആണെന്ന് അവർക്ക് ചിലപ്പോൾ പറയാൻ പോലും പറ്റില്ല. ഓക്കെ, ചില സമയത്ത് അവർ റിയലി ഇമോഷണലാണ്. എല്ലാം PMS അല്ലെങ്കിൽ എല്ലാം മൂഡ് സ്വിങ്സോ അല്ല, ദേ ആർ റിയലി ഇമോഷണൽ. ഓക്കെ,
അതേപോലെ തന്നെ മെയിൽസിൻ്റെ കാര്യത്തിൽ ദേ ആർ ഓൾസോ ഹാവിങ് ഓൾ കൈൻഡ് ഓഫ് ഇമോഷൻ ദാറ്റ് ദ ഫീമെയിൽ ഈസ് ഹാവിങ്. അവർക്ക് സങ്കടം വരാറുണ്ട്, അവർക്ക് കരയാൻ തോന്നാറുണ്ട്, അവർക്ക് വേദന തോന്നാറുണ്ട്, അവർക്ക് ദേഷ്യം വരാറുണ്ട്, അവർക്ക് പേടി വരാറുണ്ട്, അവർക്കെല്ലാം ഉണ്ട്. ഓൺലി തിങ് ഈസ് ദാറ്റ് അവർ മാസ്ഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റി അവരെ പഠിപ്പിച്ചതുകൊണ്ട് ദേ ആർ സ്റ്റേയിങ് ലൈക്ക് ദാറ്റ്. പക്ഷേങ്കിൽ ഡിയർ മെൻ ഔട്ട് ദെയർ, വാട്ട് ഐ ഹാവ് ടു സേ ഇസ് ക്രൈ വെൻ യു ഫീൽ ലൈക്ക് ക്രൈങ്. നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് കരയണം തോന്നിയാൽ കരയുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിയർ വൺസിൻ്റെ മുന്നിൽ കരയാം, അല്ലെങ്കിൽ ജസ്റ്റ് ക്രൈ ഇൻ ദ ഷവർ. നിങ്ങളുടെ ഇമോഷൻസ് എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ കാണിക്കാതെ പിടിക്കാതെ ഇരിക്കുന്നു, ദാറ്റ് വിൽ ബേസിക്കലി നിങ്ങൾക്ക് ലോങ് ടേമിൽ അതൊരു ഒരിക്കലും ഹീലാവാത്തൊരു വോണ്ടായിട്ട് നിൽക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്ട് ചെയ്യുന്നതും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു എനർജിയാണത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇഫ് യു ഹാവ് ദേഷ്യം ടു സം വൺ, നിങ്ങളത് ദേഷ്യം പ്രകടിപ്പിച്ച് അവർ പോകും എന്നുള്ള തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രകടിപ്പിക്കണം എന്നല്ല പറയുന്നത്. യു ക്യാൻ, നിങ്ങൾക്ക് അവരുടെ ദേഷ്യം വന്നു എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറയാം, ഐ ആം ആംഗ്രി, എനിക്ക് ദേഷ്യമുണ്ട്, സോ പ്ലീസ് എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഫീമെയിൽസിന് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ പറയാതെയോ പിടിക്കാതെയോ ഇരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡ് അപ്പ് വെൻ എവർ യു ഹാവ് എ ഇമോഷൻ, ലെറ്റ് ദാറ്റ് ഇമോഷൻ ഫ്ലോ. ഓക്കെ, അത് നിങ്ങൾക്ക് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂഡായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ റൂഡായിട്ട് പെരുമാറണം എന്നല്ല പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ബേസിക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊടുക്കുക. നിങ്ങളിപ്പോൾ ഒരാൾ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ദിസ് ഈസ് നോട്ട് ഫണ്ണി. ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ തമാശയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഫണ്ണല്ല, എനിക്കിത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അറ്റ്ലീസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് കാണുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു സംഭവം നിങ്ങൾ പെർസ്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഗോളും ഒരു ഡെസ്റ്റിനേഷനും എല്ലാ സംഭവങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും പല 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 ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. പക്ഷേങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗോളിനെയോ നിങ്ങളുടെ ഡെസ്റ്റിനേഷനെയോ വിട്ട് കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ മുന്നിലോട്ടേക്ക് പോവുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഗോളിന് വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരു പേപ്പറിൽ അറ്റ്ലീസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എനിക്കൊരു മില്യണിയർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു എൻ്റർപ്രണർ ആവണം, എനിക്കൊരു CEO ആവണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് നടന്നിട്ട് കാര്യമില്ല. എവറി ഡേ യു ഹാവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 5 minutes ഫോർ ബീയിങ് ദാറ്റ് പേഴ്സൺ എന്ന് പറയും. അതായത് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ആ ഒരു വ്യക്തി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. അതർവൈസ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ഡിസയേഴ്സിനനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ആക്ട് ലൈക്ക് യു ആർ ദാറ്റ് പേഴ്സൺ. അതായത് നിങ്ങളൊരു CEO ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫിൽ തന്നെ. യു ഹാവ് ടു ബി ഹാർഡ് വർക്കിംഗ്, യു ഹാവ് ടു ബി മാനേജിങ്. നിങ്ങളെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്കില്ലില്ല, നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നല്ലതല്ല, ഐ വോണ്ട് ടു ബി ബെറ്റർ ഇൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സംതിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വായിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം സംസാരിച്ച് നോക്കണം. നിങ്ങൾക്ക് ഓഡിയൻസ് ഉണ്ടാവണമെന്നില്ല, ജസ്റ്റ് കണ്ണാടിയിൽ മുന്നിൽ നിന്ന് സംസാരിച്ച് നോക്കണം. ദാറ്റ് ഈസ് ഹൗ തിങ്സ് വർക്ക് എന്ന് മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് പോവുക. നെക്സ്റ്റ് ടൈം സീയിങ് 6 of Swords എനർജി ഇൻ ദ ടാരോട്ട് കാർഡ്. നിങ്ങൾക്കൊരു ട്രാവൽ വരുന്നുണ്ട് 6 months. അത് നിങ്ങൾ അങ്ങനെ താല്പര്യപ്പെട്ടിട്ട് പോകുന്ന ട്രാവലൊന്നുമല്ല, പക്ഷെങ്കിൽ അതിലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം, ഒരു ലെസൺ നിങ്ങൾക്ക് ആ ഒരു ട്രാവലിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് ദ എംപറർ കാർഡ്, വിച്ച് മീൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറാൻ പറ്റും. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു ഫാദർ ഫിഗർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു മദർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്, നിങ്ങളുടെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ലിറ്റിൽ മോർ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വർക്ക് കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. ഐ എം സീയിങ് 7 of Swords എനർജി. നിങ്ങൾ കുറേ ഭാഗം ബാക്കിയുള്ളവർ എന്താ പറയുന്നത്, ബാക്കിയുള്ളവർ എന്നെ പറ്റി മോശം പറയുമോ എന്നുള്ളൊരു കാര്യം ചിന്തിച്ച് പേടിച്ച് ജീവിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതായത് ബാക്കിയുള്ളവർ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങളുടെ വാല്യൂ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാണ് നിങ്ങളുടെ വാല്യൂ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവാം. ബട്ട് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്, ലീവ് ഫോർ യുവർ സെൽഫ് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. നെക്സ്റ്റ് ഐ എം സീയിങ് 8 of Swords എനർജി, വിച്ച് മീൻസ് ദാറ്റ് നിങ്ങളുടെ നെഗറ്റീവ് ബിലീവ്സ് തന്നെ, നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ വിചാരിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന നെഗറ്റീവ് ബിലീവ്സ് നിങ്ങളെ ഒരുപാട് ലിമിറ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ എം സീയിങ് ദ ലവേഴ്സ് കാർഡ്. നിങ്ങൾക്കൊരു സോൾമേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. 6 മാസത്തിനുള്ളിൽ നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉള്ള ഒരു സോൾമേറ്റിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോൾമേറ്റ് ഇൻ ദ സെൻസ് ചിലരും പറയാറുണ്ട് ഇറ്റ് ഈസ് ജസ്റ്റ് മാരേജ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് അങ്ങനെ ആവണം എന്നില്ല. ഇത് സെയിം സെക്സ് ആയിക്കൂടാന്നില്ല. ഇത് എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലവ്ഡ് ആയിട്ട് തോന്നും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ കുറച്ചുകൂടി മൂവ്മെൻറ്റ് വന്നു തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റും. ബിക്കോസ് അവർക്ക് നിങ്ങളുടെ പാറ്റേൺസ് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരേ ഒരു പാർട്ടാണ്, നിങ്ങളുടെ സോളിൻ്റെ ഒരു പാർട്ടാണ് ആ ഒരു വ്യക്തി എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ടായിട്ട് വരാം, നിങ്ങളുടെ കൊളീഗായിട്ട് വരാം, നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു നെയ്ബറായിട്ട് വരാം. എങ്ങനെ വേണമെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഡോണ്ട് ലുക്ക് ഫോർ റിലേഷൻഷിപ്പ് ലൈക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമാണ്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ സോൾമേറ്റ്സ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പറിൽ ആരെങ്കിലും നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. ദിസ് കുഡ് കം ഇൻ എനി വേ എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ടൈം സീ ദ നൈറ്റ് ഓഫ് ഫോൺസ് എനർജി. ദിസ് മീൻസ് നിങ്ങൾ ഒരു ഫ്രീ സ്പിരിറ്റ് എനർജിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ സോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിന് ഒരു ലൈക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇഷ്ടം, ഫയർ ഉള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. അതായത് അഡ്വഞ്ചർ താല്പര്യമുണ്ട്. അതേപോലെ തന്നെ ചില പുതിയ പുതിയ കാര്യങ്ങൾ, ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഐ എം സീയിങ് 5 ഓഫ് ഫോൺസ് എനർജി. ഫൈറ്റിംഗ് സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 മാസം വരെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു ദൃഢമായ നിശ്ചയത്തിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ എം സീയിങ് ദ ഹൈ പ്രീസ്റ്റസ് എനർജി വിച്ച് മീൻസ് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട് 2025 എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സ്പിരിച്വൽ ഗ്രോത്ത് വരുന്ന ഒരു ഇയർ ആണ് 2025. എസ്പെഷ്യലി ഫസ്റ്റ് കാർഡിൽ കണ്ടിരുന്നു നമ്മൾ ബ്രീത് ചെയ്യുന്ന വരെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻസ് ഇവിടെ യൂസ് ചെയ്താൽ, നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എനിക്കത് കിട്ടില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയിട്ട് വരും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ബാക്കിയുള്ളത് ഫൈറ്റ്സ് ഒഴിവാക്കുക, കോൺഫ്ലിക്ട്സ് ഒഴിവാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്ട്സ് ഒഴിവാക്കുക, വഴക്കുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക, കൊളീഗ്സിൻ്റെ അടുത്തുള്ള വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു 5 മാസം മിണ്ടാതെ അധികം ഒരു അടിപിടിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുക എന്നല്ല, മിണ്ടാതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾ ഫസ്റ്റ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിൻ്റെ മേലെയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ചീത്തയാണ് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് ആവുന്നില്ല, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഡോണ്ട് സേ ദോസ് മെസ്സേജസ് ടു യുവർ സെൽഫ്. യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഓണാണ്. അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറയും ഓക്കെ എനിക്ക് പറ്റില്ല അപ്പം നീ ഒന്നും ചെയ്യണ്ട എന്ന് പറയും. സോ ആ ഒരു സാധനം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഐ എം സോ ഹാപ്പി ഫോർ യു. സോ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ടാരോട്ട് റീഡിംഗ് മാത്രമല്ല ആകാശിക് റെക്കോർഡിംഗ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. സോ ആകാശിക് റെക്കോർഡ് റീഡിംഗ് എന്താണ് എന്നറിയണമെങ്കിൽ ഐ വിൽ ഡു എ ഡിഫറെൻറ്റ് വീഡിയോ ഫോർ ദാറ്റ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് യാ ബൈ.